സുഹൃത്തുക്കളെ, നമ്മുടെ വളാഞ്ചേരിയിൽ നിന്ന് പെരിന്തൽമണ്ണ റൂട്ടിൽ പോകുമ്പോൾ പൂക്കാട്ടിരി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലത് സൈഡിൽ ഒരു പാടത്തോട് ചേർന്നിട്ട് ഒരു ചെറിയ പള്ളിയുണ്ട്. വളരെ മനോഹരമായിട്ടുള്ള ഒരു പള്ളിയാണ്. ഒരു കുഞ്ഞു പള്ളി, ഒരുപാട് നൂറ്റാണ്ടുകൾ പഴക്കമുണ്ട് ഈ പള്ളിക്ക് എന്നൊക്കെയാണ് പറഞ്ഞു കേട്ടത്. ഇവിടെയുള്ള ഓടിലൊക്കെ 1865 എന്നൊക്കെ കാണാനുണ്ട്. പിന്നെ അതിൻ്റെ നവീകരണമൊക്കെ ഭാഗമായിട്ട് ആളുകൾ അതിൽ പെയിൻ്റൊക്കെ അടിച്ചിട്ട് ഇപ്പോഴും നല്ലൊരു ഭംഗി തന്നെ അത് സൂക്ഷിക്കുന്നുണ്ട്. പക്ഷെ അത്രയും പഴക്കമുള്ള പള്ളിയാണ്. അതിൻ്റെ തൊട്ടടുത്ത് കൂടി ഒരു അരുവിയൊക്കെ പോകുന്നുണ്ട്. നമുക്ക് എന്തായാലും ആ പള്ളിയുടെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടറിയാം. ഈ പള്ളിയെ തോട്ടുങ്കര പള്ളി എന്നാണ് പറയപ്പെടുന്നത്. ഏകദേശം 120 വർഷം പഴക്കമുണ്ടെന്നാണ് നാട്ടുകാർ ഈ പള്ളിയെക്കുറിച്ച് പറയുന്നത്. വലിയ പറമ്പിൽ തറവാട്ടുകാരാണ് ഈ പള്ളി നിർമ്മിച്ചത്. വലിയ പറമ്പിൽ കൽപ്പറ്റ അഹമ്മദ് എന്നിവരാണ് ഈ പള്ളി നിർമ്മാണത്തിന് മുൻകൈയെടുത്തത്. വളരെ വ്യത്യസ്തമായ ഒരു ആർക്കിടെക്ചറാണ് ഈ പള്ളിക്ക് എന്നത് മറ്റൊരു സവിശേഷതയാണ്. വഴിയാത്രക്കാരും തോട്ടം തൊഴിലാളികളും നമസ്കാരത്തിനു വേണ്ടി ഉപയോഗിച്ചിരുന്ന സ്ഥലമാണ് പിന്നീട് തോട്ടുങ്കര പള്ളിക്ക് ജന്മം നൽകിയത്. അരികിലൂടെ ഒഴുകുന്ന അരുവിയായിരുന്നു വുളു എടുക്കാനായി അന്നത്തെ ആളുകൾ ഉപയോഗിച്ചിരുന്നത്. മഴക്കാലത്ത് തോട് നിറഞ്ഞൊഴുകിയാലും പാടം നിറഞ്ഞാലും ചുറ്റുഭാഗവും വെള്ളം നിറഞ്ഞാലും പള്ളിക്കകത്തേക്ക് വെള്ളം കയറാറില്ല എന്നാണ് അവിടുത്തെ പഴയ ആളുകൾ പറയുന്നത്. എന്നാൽ ഈ പ്രളയ സമയത്തൊക്കെ വെള്ളം പള്ളിയുടെ തറ വരെ കയറിയിട്ടുമുണ്ട്. കർഷകർക്കും വഴിയാത്രക്കാർക്കും വേണ്ടി മാത്രമായിരുന്നു ഈ പള്ളി. കൂടുതൽ ആളുകളിലേക്ക് എത്തിയത് പള്ളിയുടെ പഴക്കം കൊണ്ട് മാത്രമാണ്. തോടിനോട് അടുത്ത് നിർമ്മിച്ച പള്ളി ആയതുകൊണ്ടാകാം തോട്ടുങ്കൽ പള്ളി എന്ന് വിളിക്കുന്നത് എന്ന് പ്രദേശവാസികൾ പറയുന്നു. ആയിരത്തി 1904 പള്ളി നിർമ്മിക്കപ്പെട്ടത് എന്ന് കരുതപ്പെടുന്നുവെങ്കിലും 1865 നിർമ്മിച്ച ഓടുകളും മറ്റും പള്ളിയിൽ കാണാം. ആ പഴമ നിലനിർത്തിക്കൊണ്ട് തന്നെ പള്ളി വൃത്തിയാക്കിയും പെയിന്റിംഗ് ചെയ്തുമെല്ലാം ഇന്നും തോട്ടുങ്കര പള്ളി തലയുയർത്തി ആ പാടത്തിനും തോടിനും നടുവിലായി നിൽക്കുന്നു. ഈ വലിയ പറമ്പിൽ കുടുംബത്തിന്റെ തന്നെ പഴക്കം വന്ന പുതിയ കാലത്തിന് അറിവ് പകരാനായി പള്ളിയും കുറച്ചു അകലെയായി അവരുടെ വീടിന്റെ ഒരു പടിവാതിലും നമുക്ക് കാണാൻ കഴിയും. പള്ളിയിൽ ഉച്ചഭാഷണിയിൽ ബാങ്ക് വിളിക്കുകയോ ഒന്നുമില്ല. ആവശ്യക്കാർ അതാത് സമയങ്ങളിൽ വന്ന് നമസ്കരിച്ചു പോകുക മാത്രം. ഒരു 15 പേരെയൊക്കെ ഉൾക്കൊള്ളാവുന്ന ഒരു ചെറിയ പള്ളി കൂടിയാണ് തോട്ടുങ്കര പള്ളി. വളരെ വ്യത്യസ്തമാകുന്ന കൊത്തുപണികളും നിർമ്മിതിയും പള്ളിയുടെ ഭംഗി കൂട്ടുന്നു. വളാഞ്ചേരിയിൽ നിന്നും പെരിന്തൽമണ്ണ വഴി പോകുന്നവർ പൂക്കാട്ടിരി കഴിഞ്ഞാൽ ഈ പള്ളി കാലത്തിൻ്റെ അവശേഷിപ്പായി തലയുയർത്തി നിൽക്കുന്നത് കാണാം.